കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു കോൺസ്പിറസി തിയറിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, ഫോൾക്രിക് ട്രയാങ്കിൾ. സ്റ്റെർലിംഗ്, ഫോൾക്രിക്, ഫൈഫ്, ഈ 3 സ്ഥലങ്ങൾ ചേർന്നിട്ടുള്ള പ്രദേശമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ UFOയുടെ ഹോട്ട്സ്പോട്ട്. അതായത് നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കാത്ത ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്ഥലം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പോലും ആ ട്രയാങ്കിളിനുള്ളിലാണ്. 1979 സ്കോട്ട്ലൻഡിലെ ഒരു ഫോറസ്ട്രി വർക്കർ ജോലി ചെയ്യുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആകാശത്തുനിന്ന് പറന്നിറങ്ങുന്ന ഒരു മെറ്റാലിക് സ്ഫിയർ കാണുകയും അതിൽ നിന്നും 2 ചെറിയ ഒബ്ജക്ട്സ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് കാലുകളിൽ പിടിച്ച് ഈ ഒരു UFOയിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തുവെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ ഒരു കേസിനെ അസാൾട്ട് കേസ് എന്ന് തന്നെയാണ് സ്കോട്ട്ലൻഡ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ UFOയ്ക്ക് വെറും ഒരു കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു ന്യൂസ് വലിയൊരു ഷോക്കായിരുന്നു. 1990 മുതൽ 2026 വരെ ഏകദേശം 300ഓളം UFO കേസസുകളാണ് ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലോകത്തിലെ മറ്റേത് പ്രദേശത്തെക്കാളും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ UFO ഹോട്ട്സ്പോട്ട് എന്ന് ഈ ഫോൾക്രിക് ട്രയാങ്കിൾ അറിയപ്പെടാൻ കാരണം. ശരിക്കും ഈ UFO റിയൽ ആണോ? ആണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള UFOയുടെ ഒരു പിക്ചർ. അതെടുത്തത് പോലും സ്കോട്ട്ലൻഡിൽ നിന്നാണ്. 1990 സ്കോട്ട്ലൻഡിൽ കെൽവിനിൽ വെച്ചിട്ട് 2 ആൾക്കാർ ഡയമണ്ട് ഷേപ്പിലുള്ള ഈ ഒരു UFOയെ ആകാശത്ത് കണ്ടു. അപ്പോൾ തന്നെ അവർ ഫോട്ടോ എടുത്ത് സ്കോട്ട്ലൻഡ് ഡിഫൻസ് മിനിസ്ട്രിക്ക് അയച്ചു. പിന്നീട് ഇവർ വഴിയാണ് ഈ ഫോട്ടോ ലോകം കണ്ടത്. അതുകൊണ്ട് തന്നെ വേൾഡ്സ് മോസ്റ്റ് ക്ലിയറസ്റ്റ് UFO ഫോട്ടോ എന്ന് പോലുമാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തിനധികം ഈ കഴിഞ്ഞ വർഷം 2025 സ്കോട്ട്ലൻഡിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആകാശത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് കാണുകയുണ്ടായി. UFO ആണെന്ന് പറഞ്ഞ ആളുകൾ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും നാച്ചുറൽ കോസസ് കൊണ്ടുണ്ടാകുന്നതാണോ? ശരിക്കും ഈ ഏലിയൻസും ഏലിയൻ ഷിപ്സൊക്കെ റിയൽ ആണോ? നമ്മുടെ ഇടയിൽ നമ്മളിലൊരാളായിട്ട് അവരൊക്കെ ജീവിക്കുന്നുണ്ടോ? അറിയില്ല.